കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് തന്നെയാണ് പൾസർ സുനിയുടേത്. പൾസർ സുനി ആരാണെന്നും എന്താണെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും കാണാപാഠമാണ്. എല്ലാവരും പൾസർ സുനിയെ സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൾസർ സുനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിജീവിതരടുത്ത് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത് എന്ന് തന്നെ പല വാർത്തയിലും പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പോലും പൾസർ സുനിയെ നേരിട്ട് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ പരാതി നൽകിയപ്പോൾ പൾസർ സുനിയെ താൻ വ്യക്തമായി കണ്ടിരുന്നുവെന്നും അദ്ദേഹമാണ് എന്നെ ആക്രമിച്ചതെന്നും അതിജീവിത മൊഴി നൽകിയത്. ഇപ്പോഴിതാ നടി ആൻമേരിയ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് തോന്നി ഞാൻ പലപ്പോഴായി അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. അവനിവിടെ ജോലിക്ക് നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണ് എന്ന് പൾസർ സുനിയെക്കുറിച്ച് എടുത്തു പറയുകയാണ് ഈ നടി. അതോടെ തന്നെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ നടിക്ക് സംഭവിച്ചത്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പൾസർ സുനി കുറച്ചു കാലം തൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് നടി ആൻമരിയ പറയുന്നത്. ഇപ്പോൾ താരം സംസാരിക്കുന്ന വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായി മാറുന്നത്. ആൻമരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇതിനു മുൻപും പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നിർണായക കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആൻമരിയയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇതിനു മുൻപും ഏറ്റെടുത്തിട്ടുമുണ്ട്. പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ നന്നായി ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് തന്നെ പറയണം. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. ആൻമരിയ എന്ന നടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൻമരിയയുടെ ഡ്രൈവറായിരുന്ന ഈ വ്യക്തി പലരെയും ഇതുപോലെ തന്നെ ശല്യം ചെയ്തിട്ടുണ്ട്. ആൻമരിയയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതുതന്നെയാണ്. പൾസർ സുനി കുറച്ചു കാലം തൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. സ്വഭാവം ശരിയല്ലെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു വിടുകയായിരുന്നു ഞാൻ ചെയ്തത്. ദിവസങ്ങൾ മാത്രമാണ് തങ്ങളുടെ ഡ്രൈവറായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അടി കൊടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടൊക്കെയുണ്ട്. പറഞ്ഞു വിട്ടതും ദേഷ്യത്തോടെ തന്നെയായിരുന്നു. ഇറക്കി വിടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അതിജീവിതയുടെ പ്രശ്നം വന്നപ്പോൾ TV-യിൽ പൾസറിനെ കണ്ടപ്പോഴാണ് നമ്മുടെ വീട്ടിലും ഇയാൾ ഡ്രൈവറായിരുന്നില്ലേ എന്ന് ഓർത്തത്. അന്ന് ന്യൂസിലൊക്കെ കണ്ടപ്പോൾ ഇതാണോ പൾസർ സുനി എന്ന് തോന്നിയിരുന്നു. ഏജൻസിയിൽ വന്നതുകൊണ്ട് സുനി എന്ന പേര് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും ഭയം തോന്നിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആൻമരിയ പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്നൊരു സംഭവമായി തന്നെ മാറുന്നു. ഇത്തരത്തിൽ പൾസർ സുനി പലരുടെയും വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ജോലിക്ക് തന്നെയായിരുന്നു അയാൾ കൂടുതലും നിന്നിരുന്നത്. പിന്നീട് എപ്പോഴോ തന്നെ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ തന്നെ തലവനായി മാറുന്ന രീതിയിലേക്ക് വളരുകയായിരുന്നു. സിനിമാ ബന്ധങ്ങളിലൂടെ തന്നെ പിന്നീട് അത് മുന്നോട്ട് പോവുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് കൃത്യമായുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും തന്നെ മനസ്സിലാക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു. ആരാധകർ ഉൾപ്പെടെയുള്ള പലരും ഇതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പ്രതികരിക്കുകയും ചെയ്തത് പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.